കൊച്ചിയിലേക്ക് നമ്മൾ പോവുകയാണ്. കൊച്ചിയിൽ അമ്മയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില നീക്കങ്ങളാണ് നടക്കുന്നത്. അൻസിബ ഹസൻ ഉന്നയിച്ച പരാതിയിലുള്ള തെളിവെടുപ്പും നീക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന നീക്കങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, പോലീസിന് മുന്നിൽ പരാതിയുണ്ട്, അതിന് പുറമെ അമ്മയിലും ഈ കാര്യത്തിൽ തെളിവെടുപ്പ് നടക്കുന്നുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, യെസ്, നമുക്ക് അതിനു മുമ്പ് അൻസിബയുടെ പ്രതികരണം ഒന്ന് നോക്കിയിട്ട് ശേഷം വേഗം. ഇന്നിപ്പോ ലക്ഷ്മിപ്രിയ ചേച്ചിയും പിന്നെ തൃപ്പൂണിത്തറ വനിതാ സെൽ SI രേഷ്മ മാം, അവർക്ക് രണ്ടുപേർക്കെതിരെയുള്ള മൊഴിയാണ് ഇപ്പൊ ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അന്ന് അനധികൃതമായിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും വ്യാജ പരാതിയിൽ എന്നെ വിളിപ്പിക്കുകയും ചെയ്ത പരാതിയിൽ. അപ്പൊ ഈ ടിനിയുടെ പരാതി എങ്ങനെയാണ്? ടിനിക്കെതിരെയുള്ള പരാതിയും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്? ടിനിയോട് എങ്ങനെയാണ് ഇനിയൊരു സമീപനം? അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലുള്ളവരോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര മോശമാണത്. ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പേര് അൻസിബ ഹസനാണ്, എന്നാൽ പിന്നെ ഇങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഭാഗ്യവശാൽ കേരളത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മലയാളികളെല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചെയ്തതിനോട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റൂല. അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകും. അതിനുള്ളൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ അമ്മയിൽ ഓൾറെഡി പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പരാതി അയച്ചു കഴിഞ്ഞ അവസാനം മീഡിയയുടെ പ്രഷർ കാരണമാണ് അമ്മയിൽ നിന്ന് പറയണത് കേൾക്കാം. അതിന്റെ മുന്നേ ഞാൻ പല പരാതികൾ കൊടുത്തിട്ടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ആരും കേട്ടിട്ടില്ല. മീഡിയയുടെ പ്രഷർ കാരണം മാത്രമാണ് എന്നാ കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതേ കമ്മിറ്റി തന്നെ കേൾക്കാം എന്നാണ് പറയുന്നത്. അത് ഈ കമ്മിറ്റിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. റിസൈൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മീഡിയയിൽ ഇത് പറയാൻ പറ്റിയത്. അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതേ കമ്മിറ്റിയുടെ മുമ്പാകെ ഞാൻ ഹാജരായി വീണ്ടും ഇതേപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ അത്? എനിക്കൊരു നീതിയും തരാത്ത ഇതേ കമ്മിറ്റിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഞാൻ എന്ത് പറയാനാ? അല്ലെങ്കിൽ അവരെന്ത് കേൾക്കാനാ? എനിക്ക് വേണ്ടി എന്തെങ്കിലും ന്യായത്തിന്റെ കൂടെ ഇരിക്കുകയോ? ഞാൻ ആരോപണം പറയുന്നത് ആർക്കെതിരെയാണ്? ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. ഇതാണ് അൻസിബയുടെ നീക്കം. എന്തായാലും അൻസിബയുടെ മൊഴിയെടുക്കുകയാണ്. സുപ്രധാനമായ നീക്കമാണ് ഉണ്ടാവുന്നത്. ഡാനി ഇപ്പോൾ കൊച്ചിയിലുണ്ട്. ഡാനി, മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി DGP വഴി അങ്ങോട്ട് കൈമാറിയതാണ്. അതിലാണിപ്പോൾ നീക്കങ്ങൾ ഉണ്ടാവുന്നത്. എന്താണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ? ഇതിൽ പൂർണ്ണമായി എത്ര വലിയ പ്രതിസന്ധിയാണ്? അമ്മ ആഭ്യന്തരമായി ഈ വിഷയം പരിഹരിക്കുന്നതിന് മുമ്പ് തന്നെയാണ് പോലീസ് നടപടി. സജിത്ത്, ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് അമ്മ നീങ്ങുന്നു എന്നതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. കാരണം അമ്മയുടെ ഈ അംഗങ്ങൾ തന്നെ വലിയ രീതിയിലേക്ക് പോരടിച്ചുകൊണ്ട് ഇറങ്ങി വന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. ഒരു ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ ഇതൊരു പരാതി ഉണ്ടാകാതെ, പരാതിയില്ലാതെ കുറച്ചു ദൂരമെങ്കിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതിനുശേഷം അൻസിബയുടെ ഒരു ആദ്യ വെളിപ്പെടുത്തൽ അത്തരം കാര്യങ്ങൾ, അന്ന് ന്യൂസ് 8നോടൊക്കെ അൻസിബ തന്നെ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ പിന്നീട് അമ്മയിൽ പരസ്യമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതിനും മാറിയിരിക്കുന്നു. ഇപ്പോൾ അൻസിബ നേരിട്ട പരാതി നൽകാൻ തയ്യാറായിരിക്കുന്നു. അൻസിബ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGPക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫീസിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ അൻസിബയുടെ പരാതിയിൽ മൊഴി നൽകുകയാണ്. അതിൽ ഒരു പരാതി എന്ന് പറയുന്നത്, ഈ ആദ്യത്തിൽ ലക്ഷ്മിപ്രിയ തനിക്കെതിരെ ഒരു പരാതി നൽകിയിരുന്നു. അത് അവർക്ക് അയച്ചൊരു വാട്സപ്പ് സന്ദേശത്തിന്റെ പേരിലായിരുന്നു. പിന്നീട് അൻസിബയെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടുത്തെ വനിതാ ഉദ്യോഗസ്ഥ തന്നെ ചോദ്യം ചെയ്ത് അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ടായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. തന്നോട് വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്തു. തന്നെ കൊണ്ട് ലക്ഷ്മിപ്രിയയോട് ചെയ്യാത്ത കുറ്റത്തിന് മാപ്പ് പറയിപ്പിച്ചു. 3 മണിക്കൂറോളം അവിടെ ഇരുത്തുകയും ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. മറ്റു ചില വ്യക്തിപരമായ ചില പരാമർശങ്ങൾ, വ്യക്തിപരമായി തന്നെ അവഹേളിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അൻസിബ ആ പരാതിയിൽ മൊഴി നൽകാനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ അതിൽ വ്യക്തമാണ്, തന്റെ നിലപാടിൽ താൻ ഉറച്ചുനിന്ന് മുന്നോട്ട് പോകും. അത് ഇതിൽ ലക്ഷ്മിപ്രിയക്കെതിരെയുള്ള ഈ ഒരു പരാതിയിൽ മാത്രമല്ല, ടിനി ടോമിനെതിരെ നിയമപരമായ നടപടികളിലേക്ക് കൂടി മുന്നോട്ട് പോകും.
തന്നെ ഒരു വർഗീയവാദിയാക്കുന്ന രീതിയിലേക്ക് അടക്കമുള്ള ഒരു പരാമർശങ്ങൾ പലപ്പോഴും തന്നെ ഉണ്ടായിട്ടുണ്ട്. തന്റെ പേരിനെ ചൊല്ലി അതാണോ വിഷയമെന്നതടക്കം ചോദിക്കുന്നുണ്ട്. ടിനി ടോം ഒരു സമൂഹ വിപത്താണ് എന്നതാണ് അൻസിബ പറയുന്നത്. അത് എന്നെ മാത്രമല്ല മറ്റു പലരെയും തന്നെ ഈ രീതിയിൽ മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവർ കൂടുതൽ പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അൻസിബ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ഇനിയും കൂടുതൽ തുറന്നു പറച്ചിലുകളോ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളോ എല്ലാം തന്നെ അമ്മയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അൻസിബയോട് അമ്മ ഭാരവാഹികൾ പറഞ്ഞിരുന്നത് ഈ എക്സിക്യൂട്ടീവ് ജനറൽ ബോഡി നടക്കുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ അൻസിബയ്ക്ക് അവസരം നൽകാം. അതുകൊണ്ട് അമ്മ നിശ്ചയിക്കുന്ന ഒരു സമിതിക്ക് മുൻപാകെ അവിടേക്ക് വരിക, കാര്യങ്ങൾ വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അൻസിബ അത് തയ്യാറായില്ല. പകരം താൻ കൂടി പറയുന്ന ആളുകളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം, അല്ലാത്ത പക്ഷം ഇത് തികച്ചും ഏകപക്ഷീയമായ രീതിയിലേക്കടക്കം കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം എന്നതെല്ലാം തന്നെ അൻസിബ പറഞ്ഞു. പക്ഷേ അൻസിബ പറയുന്ന ആളുകളെ ഉൾപ്പെടുത്താനായിട്ട് അവരത് തയ്യാറാകുകയും ചെയ്തിട്ടില്ല. ഏതായാലും ഇത്തരം കാര്യങ്ങൾ അമ്മയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് ഔദ്യോഗിക പക്ഷത്തു നിന്ന്. ഏതായാലും ഈ ചേരിതിരിവ് വളരെ ശക്തമാണ്, വളരെ പ്രകടമാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ പറച്ചിലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവിൽ കരുതുന്നത്. സജിത. യെസ്, അൻസിബ ഹസന്റെ തുറന്ന് പറയുന്നു അവരുടെ പരാതികൾ. അത് പോലീസിന് മുന്നിലാണ് തെളിവെടുക്കുന്നത്. എന്തായാലും വളരെ സുപ്രധാനമായ നീക്കമാണ്. അൻസിബയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ടിനി ടോമിനെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്. കാരണം അൻസിബ ഹസൻ പറയുന്നത് ടിനി ടോം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്ത് ഒരു സമൂഹത്തോട് തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ടിനി ടോം ചെയ്ത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. ചെയ്ത തെറ്റിന് അദ്ദേഹം ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ എന്നടക്കമുള്ള കടുത്ത നിലപാടുകൾ എടുക്കുന്നു. അതായത് ഈ വിഷയം അമ്മ എന്ന സംഘടന ഗൗരവമായി ഇതുവരെയും പരിഹരിക്കുകയോ അത് ചർച്ച ചെയ്യുകയോ ചെയ്തില്ല. അതിനു മുമ്പ് പോലീസിൻ്റെ നടപടി ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. അൻസിബ ഹസൻ ഉന്നയിച്ച പരാതികൾ അങ്ങേയറ്റം ഗൗരവതരമാണ്. അതിൽ ടിനി ടോമിൻ്റെതായ ആക്ഷേപങ്ങൾ ഗൗരവതരമാണ്. അതേ അർത്ഥത്തിൽ അന്വേഷണം നടന്നാൽ അത് FIR-ഉം തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. അങ്ങനെയെങ്കിൽ പുതിയ ചില നീക്കങ്ങൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി വളരെ വേഗത്തിൽ തന്നെ പോലീസിന് കൈമാറുന്നു, തുടർ നടപടികളിലേക്ക് പോകുന്നു. അൻസിബ ഹസൻ തൃക്കാക്കര ACPക്ക് മുൻപാകെ ഹാജരായി ഇപ്പോൾ മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് DGPക്ക് കൈമാറുകയും ഒടുവിൽ അത് പോലീസ് നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇതിന് പുറമെ മറ്റു ചില പരാതികളും നേരത്തെ ഉയർന്നിരുന്നു ടിനി ടോമിനെതിരെ. ആ കേസിലും ആ പരാതിയിലും നടപടികൾ ഉണ്ടാകുമോ എന്നതും നമുക്ക് കണ്ടറിയാം. അത് സുപ്രധാനമായൊരു നീക്കമായി മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.